ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പരിപ്പൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നല്ല ഒരു 4 മണി പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം കടലപ്പരിപ്പ് 4 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള പരിപ്പാട്ടോ ഇത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തരികളോട് കൂടെ വേണം കേട്ടോ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ പരിപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ നമ്മളിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ക്യാബേജാണ്. ക്യാബേജിൻ്റെ ഇതളുകൾ ഇതേപോലെ അടർത്തിയെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഒരു പാത്രത്തിൽ. ഇനി നമുക്ക് നല്ല പോലെ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഈ ഇതളുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ക്യാബേജ് ഇതിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റ് നേരം നമുക്ക് നല്ല ചൂട് വെള്ളത്തിൽ, അതായത് ഈ തിളയ്ക്കണ വെള്ളത്തിൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ക്യാബേജ് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല ആ ചൂടുവെള്ളമൊക്കെ കളഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഇത് നല്ല പോലെ ചെറുതായിട്ട് നമുക്കിതേപോലെ കുനുകുനാന്ന് നമുക്കിതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചോപ്പറിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് അമർത്തിയിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പോളം അരിപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ക്യാബേജിൽ നിന്ന് തന്നെ ഒത്തിരി വെള്ളം കൂടെ ഇറങ്ങി കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വെള്ളം അഡീഷണൽ ആയിട്ട് ചേർക്കുന്നൊന്നുമില്ല. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ചും കൂടെ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തിന് രീതിയിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് കൈ ഉപയോഗിച്ച് ഇങ്ങനെ കുറച്ചെടുത്ത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യണ ഒരു പരിവായി കിട്ടണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള പോലെ വട്ടത്തിലോ ഏത് ഷേപ്പിലോ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുത്താൽ മതി കേട്ടോ. വട്ടത്തിലാണെങ്കിൽ അങ്ങനെ ആയാലും ആക്കിയെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം അതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുപ്പിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ നമ്മൾ ക്യാബേജിൻ്റെ പകരമായിട്ട് വേണമെങ്കിൽ സവാള ആയാലും ഉപയോഗിച്ചാലും മതി കേട്ടോ. അങ്ങനെ ഉൾഭാഗമൊക്കെ നല്ല പോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് ഫീഡ്ബാക്ക് അറിയാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.